ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ചും പ്രതിജ്ഞയും സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റി. ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാക് ഭീകരവാദികൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റി മാർച്ചും പ്രതിജ്ഞയും നടത്തിയത്. കൊല്ലങ്കോട് നഗരത്തിൽ ഗായത്രി കോംപ്ലക്സ് പരിസരത്ത് നടന്ന പരിപാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എസ്.എൻ. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എ.ജി. ഗോവർദ്ധനൻ, ഭാരവാഹികളായ പി. ചന്ദ്രൻ, എ. ചന്ദ്രൻ, പി. കേശവനുണ്ണി രഘുനായർ, റിട്ടയർഡ് ലഫ്റ്റനന്റ് വാസുദേവൻ, മഹിളാ വിംഗ് പ്രസിഡന്റ് ആർ. സുനിത, യു. പ്രസന്ന, ജ്യോതി സുരേഷ് എന്നിവർ സംസാരിച്ചു. യുദ്ധസമാനമായ ആക്രമണങ്ങളിൽ നിന്നും നിരന്തരം തലയുയരാൻ ശ്രമിക്കുകയും വെടിനിർത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ട് വന്നു എന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ഭരണകർത്താക്കളുടെയും സൈനിക തലവന്മാരുടെയും നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശനിയാഴ്ച 5 മണി മുതൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും പാകിസ്ഥാൻ ആക്രമണം തുടർന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായി പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മളുടെ 5 ജവാന്മാർക്ക് ജീവത്യാഗം നൽകേണ്ടി വന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ ഇച്ഛാശക്തിയിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും ബ്രഹ്മോസ് തുടങ്ങിയ സൈനിക കരുത്തിലൂടെയും തെമ്മാടി രാഷ്ട്രമായ പാകിസ്ഥാന്റെ റാവൽപിണ്ടി വരെ വിറപ്പിച്ചുകൊണ്ട് ഭാരതാംബയുടെ ശിരസ് ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ സൈന്യത്തിന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ലീഗ് കൊല്ലങ്കോട് ബ്ലോക്കിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇന്ത്യൻ സേനയ്ക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും